ാണ് പിൻഗമിക്കുക എന്ന് പറയുന്നത്. ഇന്നെന്റെ വിഷയം അതാണ്, പിൻഗമിക്കുക. ആരെയാണ് പിൻഗമിക്കേണ്ടത്? ആരെ പിൻഗമിക്കണം? ഒരു വ്യക്തിയെ നാം പിൻഗമിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ വലിയ ഒരു ദർശനമുണ്ടായിരിക്കും. ആരെയൊക്കെയോ പിൻഗമിക്കുക എന്നുള്ളതല്ല പ്രത്യുത. നാം പിൻഗമിക്കുന്ന വ്യക്തി, നാം ഫോളോ ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആ വ്യക്തി എങ്ങനെയുള്ളവൻ ആയിരിക്കണമെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ചുറ്റിലും വഴി കാണിച്ചു കൊടുക്കുന്ന അനേകരുണ്ട്. അനേകരുണ്ട്. ചൂണ്ടിക്കാണിക്കുന്ന അനേകരുണ്ട്. ഇത് നല്ലതാണ്, ഈ വഴിയിലൂടെ പോയിക്കോ, ഇങ്ങനെ ചെയ്തു നോക്കിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് വഴി കാണിച്ചു കൊടുക്കുന്നവരും ആലോചന പറഞ്ഞു കൊടുക്കുന്നവരും നമുക്ക് ചുറ്റിലും ധാരാളം പേരുണ്ട്. പക്ഷെ അവരെയല്ല നാം ഫോളോ ചെയ്യേണ്ടത്, അവരെയല്ല പിൻഗമിക്കേണ്ടത്. ഹല്ലേലൂയ. പണ്ട് എൻ്റെ ചെറുപ്പക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പോയി കഴിഞ്ഞാൽ അവിടെ ബസ്സിലേക്ക് ആളെ കയറ്റുവാനായിട്ട് നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് അങ്ങനെയുള്ളവരെ കാണുവാനായിട്ട് കഴിയുന്നില്ല. ആളുകളെ ബസ്സിലേക്ക് കയറ്റുവാനായിട്ട്, ഇപ്പോൾ എനിക്ക് പാലക്കാട് പോകണമെന്ന് വിചാരിച്ചെങ്കിൽ, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ, ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറയും, ഇതാ കോയമ്പത്തൂർ പോകുന്ന ബസ്, പാലക്കാട്ടിലേക്ക് പോകുന്ന ബസ്, ആദ്യം പോകുന്ന ബസ്, സുന്ദരമായ യാത്ര നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ലാതെ എത്തുവാനായിട്ട് കഴിയും, നല്ല സ്ഥലമാണ് പാലക്കാട്. അങ്ങനെ പറഞ്ഞ് നമ്മളെ ആ ബസ്സിലേക്ക് കയറ്റി പാലക്കാട്ടേക്ക് അയച്ചുവിടുന്ന വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ നമുക്കൊരിക്കലും അദ്ദേഹത്തെ ഫോളോ ചെയ്യുവാനായിട്ട് കഴിയും. കാരണം അദ്ദേഹം വഴികാട്ടിയാണ്. അദ്ദേഹം ആ വഴിയിലൂടെ ഇതുവരെയും സഞ്ചരിച്ചവനല്ല. അപ്പോൾ നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? സ്തോത്രം. ആരെയാണ് പിൻഗമിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളെ അല്ല. ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന അനേക സ്ഥാപനങ്ങളുണ്ട്. അങ്ങോട്ട് പോയിക്കോ, അല്ലെങ്കിൽ ഇത് ചെയ്തു നോക്കിക്കോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് അത് ലഭിക്കും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ലഭിക്കുമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന അനേക സ്ഥാപനങ്ങളുണ്ട്, അനേക സഭകളുണ്ട്, അനേക വ്യക്തികളുണ്ട്. അവരെയെല്ലാം നാം ഫോളോ ചെയ്യേണ്ടത്, നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തി നാം പോകാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ആ വ്യക്തിയും പോകാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, വരൂ, ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, എൻ്റെ പിന്നാലെ വരൂ, ഞാൻ നിങ്ങളെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയി വിടാം എന്ന് പറയുന്ന ആ വ്യക്തിയെയാണ് നാം ഫോളോ ചെയ്യേണ്ടത്. കാരണം അദ്ദേഹം പോകുന്നതും ഞാൻ പോകുന്നതും ഒരേ സ്ഥലത്തേക്കായതുകൊണ്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുവാൻ എനിക്ക് കഴിയും. പക്ഷെ വഴി കാണിച്ചു കൊടുക്കുന്നവർ, ചൂണ്ടിക്കാണിക്കുന്നവരെയല്ല നാം ഒരിക്കലും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആരെയാണ് നാം പിൻഗമിക്കേണ്ടത്? സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ട് പോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്
ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, നിനക്ക് അനുഗമിക്കുവാൻ, നിനക്ക് ഫോളോ ചെയ്യുവാൻ കഴിയുന്ന ഈ ഭൂമിയിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. കാരണം യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഹല്ലേലൂയ. വേറൊരു സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് അതാണ് വഴി, അതാണ് സത്യം, അതാണ് ജീവൻ എന്നല്ല പറഞ്ഞത്. ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം, ഞാനാണ് വഴിയെന്ന് യേശുക്രിസ്തു പറഞ്ഞതുകൊണ്ട് ധൈര്യമായി, ഇനി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായി യേശുക്രിസ്തുവിനെ നമുക്ക് പിൻഗമിക്കുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു നല്ല ഇടയനായി ചിത്രീകരിച്ചിരിക്കുകയാണ്. നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുന്ന ഒരു നല്ല ഇടയനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വരച്ചു കാണിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം എന്ന് പറയുന്നത്. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലാണ് സകലവും നന്നായി നടക്കുന്നത്. സ്തോത്രം. ആടുകൾക്കും ഇടയനും തമ്മിലുള്ള ബന്ധത്തിലാണ് ആടുകളുടെ ജീവന്റെ സുരക്ഷിതത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മളതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ, ആരെയാണ് പിൻഗമിക്കേണ്ടത് എന്ന് ഞാൻ ഈ വാക്യത്തിൽ നിന്നും നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ആടുകൾ. ഹല്ലേലൂയ. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ യേശുവിൻ്റെ ആടാണോ? അവൻ്റെ കയ്യിലെ ആടുകളാണോ? അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആടാണോ നീ എങ്കിൽ ഹല്ലേലൂയ, നീ ഫോളോ ചെയ്യേണ്ടത് ഈ ഇടയനെയാണ്. നീ പിൻഗമിക്കേണ്ടത് ഈ നല്ല ഇടയനായ യേശു ക്രിസ്തുവിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആടിൻ്റെ ജീവൻ സുരക്ഷിതമാണ്. ഹല്ലേലൂയ. നാം മുമ്പ് പറഞ്ഞതുപോലെ വഴുതി വീഴുവാൻ, ഇടറിപ്പോകുവാൻ, താണുപോകുവാൻ ഈ ഇടയൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. സങ്കീർത്തനകാരനായ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. നമ്മളുടെ താഴ്ചയളയേ. ഹല്ലേലൂയ. ഈ ബന്ധം മനസ്സിലാക്കിയ, ആടും ഇടയനുമായുള്ള ബന്ധം മനസ്സിലാക്കിയ ദാവീദ് പറയുകയാണ്, എനിക്ക് ഇനി ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, കാരണം എൻ്റെ ഇടയൻ എൻ്റെ കർത്താവാകും. അപ്പോൾ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നാം ആരെ പിൻഗമിക്കണം എന്നുള്ളത് ചിന്തിക്കുവാനായിട്ട്. 4-ാം വാക്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ. ഞാൻ അങ്ങോട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുവാനായിട്ട് സമയമില്ലല്ലോ. 4-ാം വാക്യത്തിൽ മാത്രം നിൽക്കുന്നു. അവിടെ കർത്താവ് പറയുന്നു, തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം, തനിക്കുള്ളതിനെ ഒക്കെയും, ഹല്ലേലൂയ, തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം. അപ്പോൾ യേശു ക്രിസ്തുവിന് അനേകം ആടുകളുണ്ട് ഈ ഭൂമിയിൽ. സ്തോത്രം. തനിക്കുള്ളവയൊക്കെ പുറത്തു കൊണ്ടുപോയ ശേഷം, യേശുവിൻ്റെ കൈകളിലെ ആടുകളാണെങ്കിൽ ഈ യേശു ചെയ്യുന്ന ഒരു കാര്യം, അവകളെ പുറത്തു കൊണ്ടുപോയ ശേഷം. എന്തിനു വേണ്ടിയിട്ടാണ് ആടുകളെ പുറത്തേക്ക് വിടുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്നെ ഓർത്ത് നിനക്കൊരു നല്ല മേച്ചിൽപ്പുറം നൽകി തരുവാൻ. ഹല്ലേലൂയ. പച്ച പുൽമേടുകളിൽ നിന്നെ മേയ്ക്കുവാനായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? നിന്നെ പുറത്തേക്ക് വിടുകയാണ്. തനിക്കുള്ളവയെല്ലാം പുറത്തേക്ക് വിട്ടതിന് ശേഷം, ഹല്ലേലൂയ. അടുത്തത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പുറത്തു കൊണ്ടുവന്ന ശേഷം. എപ്പോഴും ആ ആട്ടിൻ കൂട്ടിൽ ജീവിക്കുവാനല്ല, നിനക്ക് ആവശ്യമായിരിക്കുന്ന പച്ചപ്പുല്ല് നൽകിത്തന്ന് നിന്റെ ആരോഗ്യവും നിന്റെ സംരക്ഷണവും നീ ആഗ്രഹിക്കുന്നത് നൽകിത്തരുവാൻ ഈ ഇടയൻ എന്ത് ചെയ്യുന്നു? നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം
എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ട് പോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. മറ്റ് ഇടയന്മാരിൽ നിന്നും ഈ ഇടയനുള്ള ശ്രേഷ്ഠത അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം വളരെ നമുക്ക് ആവശ്യമായി വരും. എൻ്റെ വിഷയത്തിലേക്ക്, നമ്മുടെ വിഷയം ഇതാണ്: നാം ആരെ ഫോളോ ചെയ്യണം, ആരെ പിൻഗമിക്കണം. ഒരാള് ഏത് ഇടയനെയാണ് പിൻഗമിക്കേണ്ടത്? ഇടയന്മാർ പല രീതിയിലുള്ള ഇടയന്മാരുണ്ട്. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പല ഇടയന്മാരെ പറ്റി താഴെയുള്ള ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ചെന്നായ്ക്കൾ കടന്നു വരുമ്പോൾ, ദുഷ്ടമൃഗങ്ങൾ കടന്നു വരുമ്പോൾ ഓടിപ്പോകുന്ന ഇടയന്മാരുണ്ട്. കൂലിക്ക് മാത്രം ആടുകളെ നോക്കുന്ന ഇടയന്മാരുണ്ട്. അങ്ങനെ പല ഇടയന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഒരു ആട് ഏത് ഇടയനെയാണ് പിൻഗമിക്കേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, തനിക്ക് മുമ്പായി നടക്കുന്ന ഇടയനെ വേണം ഫോളോ ചെയ്യുക. ഹല്ലേലൂയ. നാം ആരെ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെ പിൻഗമിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മുൻപ് നടക്കുന്ന ആ ഇടയനെ വേണം ഞാൻ ഫോളോ ചെയ്യുക. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാണ്: ഞാൻ അവകളെ പുറത്തേക്ക് വിട്ടതിന് ശേഷം അവയ്ക്ക് മുൻപായി ഞാൻ നടക്കുന്നു, പിന്നിലല്ല. സ്തോത്രം. അവയ്ക്ക്, ആടുകൾക്ക് മുൻപിലൂടെ നടക്കുന്ന ഒരു നല്ല ഇടയനെ വേണം ഈ ആടുകൾ പിൻഗമിക്കുവാനായിട്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെ പിൻഗമിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് മുൻപ് നടക്കുന്ന ആ നല്ല ഇടയനാകിയ യേശു ക്രിസ്തു. നിനക്ക് മുൻപ് നടക്കുന്ന നല്ല ഇടയനാകിയ യേശു ക്രിസ്തു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്: അവൻ അവയ്ക്ക് മുമ്പായി നടക്കും. ആരെ ഫോളോ ചെയ്യണം? നിങ്ങൾ ആരെയാണ് പിൻഗമിക്കേണ്ടത്? വളരെ വ്യക്തമായി വചനം പറയുന്നു: നിനക്ക് മുൻപായി നടക്കുന്ന ഈ നല്ല ഇടയനെ നിങ്ങൾ ഫോളോ ചെയ്യണം. എന്താ ഈ മുൻപിൽ നടക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം? ഈ ഇടയൻ മുൻപിലൂടെ നടക്കുമ്പോൾ തൻ്റെ പുറകിലൂടെ വരുന്ന ആളുകൾക്ക് ഒരു സംരക്ഷകനാണ്. കാരണം ആ വഴിയിൽ പതിഞ്ഞിരിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ, ആ വഴിയിലെ ആപത്തുകൾ, ആ വഴിയിലൂടെ വരുന്ന മറ്റ് കാര്യങ്ങളിൽ നിന്നും തൻ്റെ ആടിനെ വിടിവിക്കുവാൻ ഈ ഇടയൻ എന്ത് ചെയ്യുന്നു? ഈ ആടുകൾക്ക് മുൻപിലൂടെ നടക്കുകയാണ്. സ്തോത്രം. ഇത് ഈ ആടുകളുടെ വലിയ സംരക്ഷണമാണ്. അതിൻ്റെ ജീവന് വളരെ സംരക്ഷണമാണ്. ഹല്ലേലൂയ. ഒരു ഇടയൻ മുൻപിലൂടെ കടന്നു പോകുന്നെങ്കിൽ പുറകിൽ അതിനെ നയിക്കുന്ന അല്ലെങ്കിൽ പിൻപറ്റുന്ന ആടുകൾക്ക് വളരെ സംരക്ഷണമുണ്ട്. കാരണം ഞങ്ങൾ ആപത്തിൽ പെടുകയില്ല, ഞങ്ങളെ ദുഷ്ടമൃഗം കടിച്ചു കീറുകയില്ല. കാരണം ഞങ്ങൾക്ക് മുൻപായി ഒരു ഇടയൻ പോകുന്നു. നിങ്ങൾ ആരെ ഫോളോ ചെയ്യണം? നിങ്ങൾക്ക് മുൻപായി പോകുന്ന ആ നല്ല ഇടയനാകിയ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഹല്ലേലൂയ. പലരും നമ്മോട് പറയും, ഒക്കോ ഞാൻ മുമ്പിലുണ്ട്, എല്ലാത്തിനും ഞാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോൾ, പ്രശ്നങ്ങൾ അടുത്തു വരുമ്പോൾ അവരെല്ലാം നമ്മളെ വിട്ട് ഓടിപ്പോകുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യരെല്ലാം അങ്ങനെയാണ്. അവരെല്ലാം നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ മൂച്ചുകെറ്റി വിടും. ധൈര്യമായി പൊക്കോ, ഞങ്ങൾ മുമ്പിലുണ്ട്. ചില രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ധൈര്യമായി പൊക്കോ, ഞങ്ങൾ മുൻപിലുണ്ട്. ചില മത നേതാക്കന്മാർ പറയുന്നത് പോലെ ധൈര്യമായി പൊക്കോ, ഞങ്ങൾ മുൻപിലുണ്ട്. പക്ഷേ വിഷയങ്ങൾ വരുമ്പോൾ ഇവരെല്ലാം ഓടിമറയുന്ന ഇടയന്മാരെ പോലെയാണ്. പക്ഷേ യേശു ക്രിസ്തു അങ്ങനെയല്ല. യേശു ക്രിസ്തു നിനക്ക് മുൻപായി നടക്കുകയാണ്. അവകളെ പുറത്തു കൊണ്ടുവന്ന ശേഷം ആ ആടുകളുടെ ഉത്തരവാദിത്വം മുഴുവനും ആ ഇടയന്റെ കയ്യിലാണ്. ആ ഇടയൻ മുൻപിലൂടെ നടക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറയുന്നു, എൻ്റെ പിന്നിലൂടെ വരുന്ന ആടുകൾക്ക് ഉത്തരവാദി ഞാനാണ്, സംരക്ഷകൻ ഞാനാണ്, അവരുടെ എല്ലാം ഞാനാണ് എന്നാണ്
മുൻപിലൂടെ നടക്കുന്നവൻ വിളിച്ചു പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നയിക്കുന്നവൻ എപ്പോഴും തൻ്റെ പിന്നിലുള്ളവരുടെ ഉത്തരവാദികളാണ്. ഒരു തലവൻ, ഒരു ലീഡർ തൻ്റെ പിന്നിലുള്ള അനുയായികളുടെ ഉത്തരവാദികളാണ്. പക്ഷേ നാം കാണുന്ന ലീഡേഴ്സ് എല്ലാം പ്രതികൂല സാഹചര്യങ്ങളിൽ ഓടി മറയുന്നവരാണ്. നീ ആരെ പിൻപറ്റണം? നീ ആരെ ഫോളോ ചെയ്യണം? നീ ഫോളോ ചെയ്യേണ്ടത് നിന്റെ മുന്നിലൂടെ നടക്കുന്ന സ്നേഹവാനായ നിന്റെ ഇടയനായ യേശു ക്രിസ്തുവിനെ. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ആരെ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട വ്യക്തിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി നിന്റെ മുന്നിലൂടെ നടക്കുന്നവൻ. നിന്റെ മുന്നിലൂടെ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ, അദ്ദേഹത്തെ പിൻപറ്റിയാൽ ഈ ആടിന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 91 സങ്കീർത്തനം അതാണ് നമുക്ക് വിളിച്ചു, ഞാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ വണ്ണം ആ ദൂതന്മാർ നീ അവരെ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടിക്കളയും. പാമ്പിനെയും പെരുമ്പാമ്പിനെ നീ വിധിച്ചു കളയും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലശത്ത് 10,000 പേര് വീഴുമെന്നാൽ നിന്നോട് അടുത്ത് വരും. കാരണം എന്ന് പറയുമ്പോൾ നിനക്ക് മുമ്പിലൂടെ ഒരുവൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ മുമ്പിലൂടെ ഒരുവൻ പോകുന്നു. അവനെ ആ ദൈവത്തെ അനുഗമിക്കുക. എന്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കണം? എന്തുകൊണ്ട് ഈ ഇടയനായ നല്ല യേശുവിനെ അനുഗമിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഇടയൻ ആടുകളുടെ മുൻപിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നീ ആരെ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ പൗലോസ് പറഞ്ഞ്, ധൈര്യമായി പറഞ്ഞ്, എന്നെ അനുകരിക്കുകയും ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെയും അനുകാരിയായി തീരുകയും. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്തതുപോലെ നിങ്ങളും എന്നെ ഫോളോ ചെയ്യുമെന്ന് പൗലോസ് പറയാൻ കാരണമാണ്. ഒന്നാമത്തെ കാര്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. 2, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഈ ഇടയന്റെ ശബ്ദം ആർക്കറിയാം? ആടുകൾക്കറിയാം. കാരണം വർഷങ്ങളായി, നാളുകളായി ഈ ഇടയനുമായി നല്ല ബന്ധമുണ്ട് ആടുകൾക്ക്. അതുകൊണ്ട് ആ ഇടയന്റെ ശബ്ദം ആർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? ഈ ആടുകൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ഇടയന്റെ ശബ്ദം ആടുകൾക്ക് മനസ്സിലായതുകൊണ്ട് ഒരു പക്ഷേ ഇടയനെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടയന്റെ ശബ്ദം മതി ഈ ആടുകൾക്ക് ഇടയനെ മനസ്സിലാക്കുവാൻ. സങ്കീർത്തനം 23 ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഏത് താഴ്വരയിലൂടെ കടന്നു പോകുന്നു? കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോയാലും. ആ വാക്യം എടുത്തൊന്ന് വായിച്ചേ. 23 സങ്കീർത്തനത്തിന്റെ ഹല്ലേലൂയ. യെസ്, സങ്കീർത്തനം 23 ആമേൻ 4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞാൽ കൂരിരുട്ട്, ചുറ്റും ഇരുട്ട് മാത്രമാണ്. ഈ ഇടയന്റെ ശബ്ദം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ഇടയനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഇടയന്റെ ശബ്ദം തിരിച്ചറിയണം. ഇടയൻ നിങ്ങളുടെ മുമ്പിലൂടെ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഇടയന്റെ ശബ്ദം നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഇടയനെ അനുഗമിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. എങ്ങനെയാ ഇടയന്റെ ശബ്ദം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ആളുകൾക്ക്? പലപ്പോഴും ഈ ഇടയനും ആടുകളും രാത്രിയോ ആ കൂട്ടിലേക്ക് കയറ്റിയതിനു ശേഷം ചിലപ്പോൾ മേയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണം അല്ലേ? ആ ഇടയൻ എന്ത് ചെയ്യുന്നു? ആടുകളോട് സംഭാഷിക്കും.
അങ്ങനെ അത് ഒരു പഴക്കമായതുകൊണ്ട് ആടിനറിയാം ആ ശബ്ദം കേൾക്കുമ്പോൾ ഇത് എൻ്റെ ഇടയനാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, കൂരിരുൾ താഴ്വര, ദി വാലി ഓഫ് ഡാർക്ക്നെസ്, കൂരിരുൾ താഴ്വരയിലെ ചുറ്റിലും ഇരുട്ടാണ്, കൂരിരുട്ടാണ്. ഈ കൂരിട്ട് നിറഞ്ഞ സമയത്ത് പക്ഷേ ആരെയും കാണുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ഇടയന്റെ ശബ്ദം മനസ്സിലാക്കിയ ആടിനെ ഇടയനെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടയന്റെ ശബ്ദം കേട്ടാൽ മതി ഇടയനെ തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. മനസ്സിലായില്ല? ചുറ്റും കൂരിട്ട്, ആട് ഇടയനെ നോക്കിയപ്പോൾ കാണുവാനില്ല. പക്ഷേ അകലെ നിന്ന് ഇടയൻ ശബ്ദമുണ്ടാക്കിയാൽ മതി ഈ ആടിനത് മനസ്സിലാക്കും. അത് നമ്മൾ അവിടെ വായിച്ചത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത്, പ്രൈസ് ദി ലോർഡ്, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അടുത്തത് 5-ാം വാക്യം, അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ ആരെ അനുഗമിക്കണം? നിങ്ങൾ യേശുവിനെ അനുഗമിക്കണം. കാരണം എന്താ? കാരണം ഒന്നേ ഉള്ളൂ, ആ യേശുവാണ് നിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. നിന്നെ നയിക്കുന്നത് യേശുവാണ്, നിന്റെ മുൻപിലുള്ളത് യേശുവാണ്. ആ യേശുവിൻ്റെ പിന്നാലെയാണ് നീ പോകുന്നതെങ്കിൽ, ആ യേശുവിൻ്റെ ശബ്ദം നീ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ, ഏത് കൂരിരുൾ വന്നാലും, ഏത് പ്രശ്നഘട്ടം വന്നാലും, ഏത് ദുഃഖമുഖം വന്നാലും ഈ ആടിന് സംരക്ഷണമുണ്ട്. നിങ്ങൾ ആരെ അനുഗമിക്കണം? നിങ്ങൾ നിങ്ങളുടെ മുൻപിലൂടെ കടന്നു പോകുന്ന, നടക്കുന്ന ആ നല്ല കർത്താവായ യേശുവിനെ നിങ്ങൾ അനുഗമിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൈ പിടിച്ച് നടത്തുന്ന കർത്താവ്. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ ആകുന്നുവെങ്കിൽ, ഒരിക്കൽ കടലിലൂടെ യേശു ക്രിസ്തു നടന്നു വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ കൽപ്പിക്കണം. യേശു പറഞ്ഞു, വരിക. യേശുവിൻ്റെ മുൻപിലുണ്ടെങ്കിൽ, യേശുവിൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, നീ അവനെ ഫോളോ ചെയ്യുന്നുവെങ്കിൽ, ആമേൻ, നിനക്കൊന്നും പേടിക്കുവാനില്ല, ഭയക്കേണ്ടതായ ആവശ്യമില്ല. നീ നദിയിലൂടെ കടക്കുമ്പോൾ, നീ തീയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് നിന്നെ കവിയാതെ വണ്ണം, മുക്കിക്കളയാതെ വണ്ണം ഈ ഇടയൻ നിന്റെ മുൻപിലൂടെ സഞ്ചരിക്കും. ഞാൻ പറയട്ടെ, ഈ ലോകത്തിലുള്ളവരെയല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ യഥാർത്ഥമായി ഫോളോ ചെയ്യേണ്ടത് ഈ നല്ല സ്നേഹവാനായ ഇടയനെയാണ്. കാരണം ആ ഇടയൻ, ഞാൻ നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ സമർപ്പിക്കും. കൊല്ലുവാനും മോഷ്ടിക്കുവാനും മറുക്കുവാനും ഈ കള്ളൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകി തരുവാൻ യേശു ക്രിസ്തു കടന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്ന ഒരു സന്ദേശം, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുക, നിങ്ങൾ യേശുവിനെ ഫോളോ ചെയ്യുക. കാരണം യേശു നടന്നു പോകുന്നതിന് പിന്നിലൂടെ നീ കടന്നുപോയാൽ നിന്റെ ജീവിതം ധന്യകരമായിരിക്കും. ഹല്ലേലൂയ. ധന്യകരമായിരിക്കും. ആ യേശുവിൻ്റെ ശബ്ദം മനസ്സിലാക്കുക, യേശുവുമായുള്ള അഭേദ്യമായ ബന്ധം തുടരുക. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം ധന്യകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. നിങ്ങൾ ആരെ ഫോളോ ചെയ്യണം? ഫോളോ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ മുൻപിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയായിരിക്കണം, നിന്നെ കൈപിടിച്ച് നടത്തുന്ന വ്യക്തിയായിരിക്കണം, നീ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്ന വ്യക്തിയായിരിക്കണം അദ്ദേഹം. അല്ലാതെ വഴി കാണിച്ചു തരുന്നവരോ ആലോചന പറഞ്ഞു തരുന്നവരെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിന്റെ കൂടെ സഞ്ചരിക്കുന്നവരുടെ കൂടെ നീ പോകണം. ഹല്ലേലൂയ. ഹാനോക്കിനെ കുറിച്ച് പറയുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. കൂരിരുൾ താഴ്വരയിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ദാവീദ് പറയുന്നു. ഹാനോക്ക് പറയുന്നു, ഞാൻ ദൈവത്തോട് കൂടെ നടന്നു.
നിന്റെ കൂടെ നടക്കുന്നവരെ നീ നടക്കുന്ന ദൈവത്തെ ഫോളോ ചെയ്യും. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരമുള്ള യേശു